സൗമ്യയെ കൊന്ന ഗോവിന്ദചാമി ജയിലിൽ ചാടി, ഇപ്പോൾ പിടിക്കുകയും ചെയ്തു, അറിഞ്ഞോ? അല്ല, ഗോവിന്ദചാമി അങ്ങനെ ജയിലിൽ ചാടിയതാണോ? ആരുടെങ്കിലും സഹായം ഉണ്ടാവത്തില്ലേ? ഇല്ല, തന്നെ ചാടി പറയാം. ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് അയാൾ തന്നെ എടുത്ത് ജയിലിൽ ചാടി എന്നാണ്. ജയിലിൻ്റെ ലോക്കപ്പിൻ്റെ ജയിൽ അല്ലേ, അഴി തുറക്കണം, മതിൽ ചാഴണം, തുണി കെട്ടി കയറണം, അതിന് തുണി കിട്ടണം, എന്നിട്ട് ഇലക്ട്രിക് ലൈനുണ്ട്, അത് വൈദ്യുതി ഇല്ലെന്ന് ഉറപ്പാക്കണം, CCTV ക്യാമറയിൽ പെടാതിരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാളെ ആരോ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രമുള്ള പൊട്ടന്മാരാണ് നമ്മളെങ്കിൽ എനിക്കത് വിശ്വസിക്കാൻ അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നാളെ മുതൽ അരിയാഹാരം കഴിക്കില്ല എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ രക്ഷപ്പുള്ളി അങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നിരിക്കട്ടെ. പക്ഷേ ഇയാളെ എക്കാലത്തും രക്ഷിച്ചിട്ടുണ്ട്. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷപ്പെടൽ ഒന്ന് അയാളുടെ ഈ പറഞ്ഞ സൗമ്യയുടെ കൊലപാതകത്തിന് ശേഷമാണ്. സൗമ്യയെ ഇയാൾ നിഷ്ഠൂരമായി കൊന്നു. അതായത് തീവണ്ടിയിൽ ഒരു ബോഗിയിൽ ഒറ്റയ്ക്കായിരുന്ന പെൺകുട്ടി അല്ലേ, ആ ബോഗിയിൽ ഇയാൾ കടന്നു കയറി അവിടെ വെച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അതിന് ട്രെയിനിൽ നിന്ന് ആ പെൺകുട്ടി പിടിച്ച് ചാടിയപ്പോൾ ഇയാൾ കൂടെ ചാടി ട്രാക്കിൽ തലയടിച്ച് വീണ അവിടെ പരിക്കേറ്റ് കിടക്കുമ്പോൾ അവിടെ വെച്ച് റേപ്പ് ചെയ്തു. അതിനുശേഷം ഒരു കല്ലെടുത്തടിച്ച് തലയ്ക്ക് കൊന്നു. രക്ഷപ്പെട്ടു വന്ന ഇയാളുടെ പേര്, ഈ പ്രതിയുടെ പേര് ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞത് ചാർലി തോമസ് എന്നായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചാർലി തോമസിനെ കാണാനില്ല. പിന്നെ പറയുന്നത് ഗോവിന്ദചാമിയാണ് സൗമ്യയെ കൊന്നതെന്നാണ്. അപ്പോൾ ആരാണ് ഈ ചാർലി തോമസ്? ആരാണ് ഈ ഗോവിന്ദചാമി? ചാമി എന്ന് പറഞ്ഞാൽ സ്വാമിയാണല്ലേ, സ്വാമിയെ വിളിക്കുന്ന പേരാണ് ചാമി. അപ്പോൾ ഏതായാലും ഗോവിന്ദചാമി എന്നൊരാളുണ്ട്, നമ്മളിപ്പോൾ കാണുന്ന പ്രതി. ഇപ്പോൾ സ്ക്രീനിൽ ഇന്നത്തെ ടെലിവിഷൻ സ്ക്രീനിന് മുകളിൽ ഗോവിന്ദചാമിയെ കാണുന്നുണ്ട്. അപ്പോൾ അന്ന് മാധ്യമങ്ങൾ ഒരു ദിവസം പറഞ്ഞ ഈ കുറ്റകൃത്യം, കൊലപാതകം, ബലാത്സംഗം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ചാർലി തോമസ് എവിടെ പോയി? രണ്ടും 2 പേരാണോ? അതോ ഒരാൾ തന്നെയാണോ? ഒരാൾ തന്നെയാണെങ്കിൽ ഒരാൾക്ക് 2 പേര് വന്നത് എങ്ങനെയാണ്? ഏതാണ് അയാളുടെ ശരിയായ പേര്? ഇത്തരം ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അത് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ 2007 ഒരു ക്രൂഷ്യൽ, ഈ മനുഷ്യൻ്റെ, ഈ പ്രതിയുടെ ജീവിതത്തിലെ ഒരു ക്രൂഷ്യലായ ഡേറ്റാണ് 2007. ഇയാൾ കോയമ്പത്തൂരിലും പാലക്കാടുമൊക്കെ ഭിക്ഷ യാചിച്ച് നടക്കുന്ന, ഭിക്ഷാടന പ്രവൃത്തി ഏർപ്പെട്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ്. ഭിക്ഷാടനം നടത്തും, ഒപ്പം തക്കം കിട്ടിയാൽ ഇയാൾ വേറെയും ബലാത്സംഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തെളിയിക്കപ്പെട്ടിട്ടില്ല. പരാതികളും ആക്ഷേപങ്ങളും ഉണ്ട്, നടത്തിയിട്ടുണ്ട്. അതിൽ അല്ലറ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അസാമാന്യം ഒരു കൈ ഇല്ല എങ്കിൽ, കൈ മൊത്തം ഇല്ലെന്നല്ല, കൈയുടെ ഒരു കുറച്ച് ഭാഗം മുറിഞ്ഞു പോയ ആളാണ്. അങ്ങനെ ഒരു വികലാംഗനാണെങ്കിലും ഇയാൾക്ക് അസാമാന്യമായ കരുത്തുണ്ട്, ക്രിമിനൽ വാസന വല്ലാതെയുണ്ട്. ഇയാൾ പല കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കുറ്റവാളികൾ, ഭിക്ഷാടനത്തിൽപ്പെട്ടിരിക്കുന്നവരെയൊക്കെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടുക്ക്. അവർ ഇയാളെ 2007 ആകാശപ്പറവകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഇയാളെ എന്താക്കി? മതം മാറ്റി, മാനസാന്തരപ്പെടുത്തി കർത്താവിൻ്റെ പാതയിലേക്ക് നയിച്ചു. അങ്ങനെ ആളുകളെ മതപരിവർത്തനം നടത്തുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അതാണ് ആകാശപ്പറവ എന്ന് പറയുന്ന സംഘടന ഇയാളെ ചാർലി തോമസ് എന്നാക്കി. മാമോദിസ മുക്കി, പേരുമാറ്റി, രേഖകളിലൊക്കെ ചാർലി തോമസ് ആയി. അതിനുശേഷമാണ് ഇയാൾ വീണ്ടും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും സൗമ്യയെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ പേര് ചാർലി തോമസ് എന്നായതുകൊണ്ടാണ് ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രം അടിവര ചാർലി തോമസ് എന്ന പേര് വന്നത്. പിന്നീട് വളരെ പെട്ടെന്ന് ഇയാളുടെ പഴയ പേരാണ് എല്ലായിടത്തും വന്നത്. എങ്ങനെ വന്നു? സ്വാഭാവികമായി വരുന്നതല്ല. കാരണം ആരോ ഇടപെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളോടും മാധ്യമങ്ങളോടും ചാനലുകളോടും ആവശ്യപ്പെട്ടു ഇയാളുടെ പേര് ചാർലി തോമസ് എന്ന് കൊടുക്കരുത്, ഗോവിന്ദചാമി എന്ന് കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടാണ്. അങ്ങനെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് പിടിക്കപ്പെടുമ്പോൾ ചാർലി തോമസ് എന്ന് പ്രതി പറഞ്ഞിട്ടും പിന്നീട് ഇപ്പോഴും ഇന്നും ഗോവിന്ദചാമി എന്ന് അയാൾ ഉപേക്ഷിച്ച പേര്, അയാൾ ഉപേക്ഷിച്ച മതത്തിന്റെ ഭാഗമാണ് ഗോവിന്ദചാമി എന്നുള്ള പേര്. ആ പേര് എന്തുകൊണ്ടാണ് പറയുന്നത്? അതൊരു കൃത്യമായ അജണ്ടയാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആകാശപ്പറവ എന്ന് പറയുന്ന ഒരു സംഘം ഈ ചാർലി തോമസിനെ രക്ഷിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പത്രങ്ങൾ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമം, 2 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പത്രമായിരുന്ന അന്ന് പൂട്ടിപ്പോയ തേജസ്, ഈ 2 പത്രങ്ങൾ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കേരളം ആകെ ശ്രദ്ധിച്ചൊരു വാർത്തയാണ്. പിന്നെ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിക്കുന്ന ഭിക്ഷാടന മാഫിയയ്ക്ക് ഒരാസ്ഥാനമുണ്ട്, അറിയോ? നമ്മളിപ്പോൾ വഴിയോരത്തൊക്കെ കാണുന്നില്ലിരിക്കുന്നത്. ഈ പിച്ചക്കാരൊക്കെ പിച്ച എടുത്ത് കിട്ടുന്ന പൈസ അവർ കൊണ്ടുപോകല്ല, വൈകുന്നേരം ആകുമ്പം കളക്ഷൻ വാങ്ങിക്കാൻ ആൾ വരും.
എന്നിട്ട് ഇവർക്കൊരു വിഹിതം കൊടുക്കും, ബാക്കി പൈസ കൊണ്ടുപോവാണ്. കൊടുത്തില്ലെങ്കിൽ നല്ല അടിയാണ്, കൊലപാതകം വരെ നടക്കും. ഇത്തരം റാക്കറ്റ് ആണ് ആളുകളെ കൊണ്ടുപോയി അവരുടെ കിഡ്നിയും മറ്റും എടുത്ത് മറിച്ച് വിൽപ്പന നടത്തുന്നത്. കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അരയുടെ ഭാഗത്ത് നെടുനീളത്തിലൊരു മുറിവ് തുന്നിക്കെട്ടിയതിൻ്റെ പാടുമായി നടക്കുന്ന ആളുകളുടെ വാർത്ത വന്നിട്ടുണ്ട്. അത് ഈ ഭിക്ഷാടന റാക്കറ്റ് കൊണ്ടുപോയി അവരുടെ കിഡ്നി ഉൾപ്പെടെ വിറ്റ് കാശ് മേടിക്കുക. എന്നിട്ട് ഇവർക്ക് 10,000 രൂപ കൊടുക്കും, 10 ലക്ഷം രൂപയ്ക്ക് കിഡ്നി വിൽക്കും. അതുകൂടാതെ ഇവരെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ, ലൈംഗിക വൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കും പെൺകുട്ടികളാണ്. ഇതെല്ലാം സെക്സ് മാഫിയ ചെയ്യുന്നുണ്ട്, ഭിക്ഷാടന മാഫിയ ചെയ്യുന്നുണ്ട്. ഈ ഭിക്ഷാടന മാഫിയയുടെ ഒരു കേന്ദ്രം മുംബൈ പനവേലെന്നാണ് പോലീസ് പറയുന്നത്. ഏത് സർക്കാർ വന്നാലും ഇവരെ ഈ തകർക്കാൻ പറ്റും. അത്ര വലിയ രാജ്യം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കും ആകാശപ്പറവുകൾക്കൊപ്പം ഇയാളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് വരുന്നത്. അപ്പം ഇയാൾക്ക് ചാർലി തോമസിൻ്റെ ഇതപര്യന്തമുള്ള ജീവിതത്തിൽ എക്കാലത്തും ഈ ജയിൽ ചാട്ടം വരെയുള്ള കാര്യം എടുത്തു നോക്കി അയാൾക്ക് ഓരോ ഘട്ടത്തിലും അയാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ കഴിയുമ്പോൾ സൗമ്യ കേസിൽ പിടിവെക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ചാർലി തോമസ് എന്ന ഈ ഗോവിന്ദച്ചാമിക്ക് നിയമസഹായം കിട്ടുന്നത്. ജയിലിൽ കഴിഞ്ഞിട്ട് അയാൾക്ക് പ്രതികളിപ്പോൾ ഏത് കൊലക്കേസിൽ പ്രതിയാണെങ്കിലും വക്കീലിനെ വെക്കാൻ ശേഷിയില്ലെങ്കിൽ സർക്കാർ തന്നെ സ്റ്റേറ്റ് ബ്രീഫ് കൊടുക്കും. സർക്കാർ തന്നെ ഒരു വക്കീലിനെ വെച്ച് കൊടുക്കും. സർക്കാർ ആ വക്കീലിൻ്റെ ഫീസ് കൊടുക്കുന്നത് സർക്കാരായിരിക്കും. ഇപ്പോൾ റാണയുടെ കേസിൽ സർക്കാർ വക്കീലാണ്, നമുക്കറിയാലോ. ഇപ്പോൾ റാണയുടെ കേസ് പറയുമ്പോൾ നമ്മൾ ഹെഡ്ലിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഹെഡ്ലി എന്നാ പറഞ്ഞത്. മുംബൈ ഭീകരാക്രമണ കേസിൽ മറ്റൊരു മാസ്റ്റർ ബ്രെയിനായിട്ട് അമേരിക്കയിൽ കഴിയുന്ന ഡേവിഡ് ഹെഡ്ലിയുടെ പേര് ഹെഡ്ലി എന്നല്ലെന്നേ, ദാവൂദ് ഗിലാനി എന്നാണ്. നമ്മുടെ ഒറ്റ പത്രവും ദാവൂദ് ഗിലാനി എന്ന് പറയത്തില്ല, ഹെഡ്ലി എന്നാണ് പറയുന്നത്. കാരണം ദാവൂദ് ഗിലാനി എന്നുള്ള പേര് പറഞ്ഞാൽ വേറെ ചില ആളുകൾക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. ഇപ്പൊ ഈ മാധ്യമങ്ങൾ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പേര് തുടർച്ചയായി പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അതങ്ങ് പതിഞ്ഞു. അതാണ് മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ ഗോവിന്ദച്ചാമിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അയാളുടെ പേര് ഗോവിന്ദച്ചാമി എന്നല്ല, ചാർലി തോമസ് എന്നാണ്. എനിക്ക് തോന്നുന്നു ജനൻ TV മാത്രം ചാർലി തോമസ് എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ മാധ്യമങ്ങളും എന്തടിസ്ഥാനത്തിലാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്? അയാളുടെ പേരും ഗോവിന്ദച്ചാമി എന്നുള്ള പേര് ഇടാനുള്ള കാരണവുമായ മതം ഉപേക്ഷിച്ച ആളാണ്. ഇത് പറയുന്നത് ക്രൈസ്തവർക്കെതിരല്ല, ക്രൈസ്തവ സംഘടനകൾക്കെതിരല്ല. ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാക്ട്. അപ്പം അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. അത് ആരോ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, തർക്കമില്ല. അത് മാത്രമല്ല, ഇപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചാർലി കേട്ടോ, നമ്മളും പറഞ്ഞ് ശീലം കൊണ്ട് ഗോവിന്ദച്ചാമി അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ചാർലി തോമസിനെ രക്ഷിക്കാൻ വേണ്ടി അന്ന് BA ആളൂർ എന്ന് പറഞ്ഞ ഘടാഘടിയൻ വക്കീൽ വന്നു പറഞ്ഞു. എന്ത് ഘടാഘടിയൻ? LLB ഒക്കെ ജസ്റ്റ് പാസ്സായ ഒരുത്തൻ ബിജു ആന്റണി എന്നാണ്. അയാളെന്ത് ചെയ്തു? പേരെ കൊണ്ട് ബിജു ആന്റണി എന്ന് പറഞ്ഞിട്ട് പഞ്ചില്ലാത്തതുകൊണ്ട് BA ആളൂർ എന്നാക്കി. BA ആളൂർ വന്നു. എവിടെ നിന്ന് വന്നില്ല, വലിയൊരു വരവായിരുന്നു. ആ വരവെന്ന് പറഞ്ഞാൽ കുറേ വക്കീലുമാരുടെ സംഘമായിട്ട്, അതിനകത്ത് പല CPM-കാരും ഉണ്ടായിരുന്നു. CPM-കാർക്ക് കേസെടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്കെല്ലാം വക്കാലത്തും ഒക്കെ കൊടുത്ത് നന്നായിട്ട് പൈസ ഇറക്കി. ആളൂരിൻ്റെ വാദം കേട്ട കോടതി വന്ന് എടുത്ത് ആ ചുറ്റി കൊണ്ട് തലക്കടിക്കുമായിരുന്നു. അതുപോലത്തെ ഗംഭീരവാദമായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് കോടതി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖകനായിരുന്നു. അപ്പോൾ ആളൂരിൻ്റെ വാദമൊക്കെ വിടട്ടെ, പക്ഷേ ഒരു മീഡിയ ഹൈപ്പ് കിട്ടി. ആരുടെ ഭാഗത്തിനാണ് മീഡിയ വൈക്ക് കിട്ടിയത്? പ്രതിഭാഗത്തിന്. ശ്രദ്ധിച്ചായിരുന്നു? പ്രതിയുടെ ഭാഗത്തെ വക്കീൽ വലിയ പോപ്പുലറായി. എന്നാൽ ഈ പ്രതിക്ക് വധശിക്ഷ കിട്ടിയില്ല, ജീവപര്യന്തം കിട്ടിയല്ലോ. അതെ. കാരണം സുപ്രീം കോടതി എന്ന് പറഞ്ഞത് ഒരു കൈയില്ലാത്തവൻ ഇങ്ങനെ കൊലപാതകം നടത്തുമോ എന്ന് അവിശ്വസനീയമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പല കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ ഒരു കൈയില്ലാത്തവർ ജയിൽ ചാടാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വേറെയുണ്ട്. ഒറ്റ കൈയില്ലാത്തവർ കൊലപാതകം നടത്താൻ പറ്റുകയില്ലെങ്കിൽ ഒരു കൈയില്ലാത്തവൻ എങ്ങനെ ജയിൽ ചാടും? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഏതായാലും ഈ ആളൂർ വലിയ താരമായി. പക്ഷേ ഈ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജീവിച്ചിരിക്കുന്ന അത്രയും കാലം. കൊടും ക്രിമിനലൊക്കെ ആണെങ്കിൽ അവൻ ഒരു കാലത്തും പുറത്ത് വരാൻ പാടില്ല എന്ന് തന്നെ. ഇവൻ പുറത്ത് വന്നാൽ കുഴപ്പമാണ്. പുറത്ത് വന്നാൽ സ്ത്രീകൾക്ക് ഇനി ഈ രാജ്യത്ത് മാന്യമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അവരെ ഉപദ്രവിക്കും, ഉറപ്പാണ്. ക്രിമിനലാണ്, അവൻ്റെ രക്തത്തിൽ ചേർന്ന സ്വഭാവമാണ്. അങ്ങനെയുള്ള ആളെ ജയിലിൽ അടയ്ക്കാനുള്ള വിധിയെങ്കിലും വാങ്ങിച്ച പ്രോസിക്യൂട്ടറുടെ പേര് എനിക്കറിയാം, സിനുവിനറിയാവോ? ഈ നാട്ടിലെ ഏതെങ്കിലും പ്രേക്ഷകന്, ഏതെങ്കിലും ഒരു ജനത്തിനറിയാവോ? പൊതുജനങ്ങൾക്ക് ആർക്കും അറിയില്ല. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ ചാർലി തോമസിനെ ശിക്ഷിക്കാൻ വേണ്ടി ഘോരഘോരം വാദിച്ച, ഫയൽ പഠിച്ച, ആർഗ്യൂ ചെയ്ത, ക്രോസ് എടുത്ത, ചീഫ് എടുത്ത പ്രോസിക്യൂട്ടറെ അറിയില്ല. നോക്കൂ എങ്ങനെയാണ് ഒരു ക്രിമിനലുമായി ബന്ധപ്പെട്ട ആളുകളും ഗ്ലോറിഫൈ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വലിയ അജണ്ടയുടെ ഭാഗമാണ്. ഈ തേജസ് പത്രവും മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സൗമ്യ കൊല്ലപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാർത്തയും ആളും ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ സൗമ്യയുടെ മാതാവ് സുമതി താമസിക്കുന്ന ധവളപ്പാറയിലെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ ചെന്നു. അവർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനാണ്, സൗമ്യയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ.
അത് മാത്രമല്ല സൗമ്യയുടെ അമ്മയോട് പറഞ്ഞ് പൊറുക്കണം, അയാളോട് പൊറുക്കണം, സംഭവിച്ചില്ലേ, പൊറുക്കുക, ക്ഷമിക്കുക, സ്നേഹമല്ലേ വലുത് എന്തൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഇന്നു വീട്ടിൽ ക്ഷമിക്കാൻ. മകളെ ഒരുത്തൻ ഭീകരമായി ട്രെയിനിൽ നിന്ന് വലിച്ച് പുറത്തേക്കെറിഞ്ഞ് ബലാത്സംഗം ചെയ്ത് കല്ലിന് തലയടിച്ച് പൊട്ടിച്ച് കൊന്ന അമ്മയോട് പറയുകയാണ് പൊറുക്കണം, സ്നേഹമല്ലേ, പ്രദീപ് അവൻ തെറ്റ് ചെയ്തല്ലേ, അവനൊരു ക്ഷമിക്കൂ എന്തൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ആൾ ചെന്നു. ആകാശപ്പുറമെയാണെന്നാണ് അന്ന് തേജസ്സും മാധ്യമവും എഴുതിയത്. പിന്നെ മാത്രമല്ല ദിവ്യകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഡൽഹിയിൽ ഒരു സംഘടനയുണ്ട്. അവരുടെ ഒരു ആശ്രമമുണ്ട്, സ്വർഗദ്വാർ ആശ്രമം. ഈ ആശ്രമത്തിലെ ഒരു വൈദികൻ, പേരെനിക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ സൗമ്യയുടെ ചിത്രവും ഒക്കെ വെച്ചിട്ട്. ആ പുസ്തകത്തിലും ഇതുപോലെയുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എന്തെങ്കിലും ആട്ടെ. ഏതായാലും ചാർലി തോമസിനെ രക്ഷിക്കാൻ സംഘടിതമായ നീക്കം നടന്നിട്ടുണ്ട്. ആ നടന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു അധ്യായമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ, അതീവ സുരക്ഷയുള്ള സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാൾ ചാടി രക്ഷപ്പെട്ടത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്, ആരെ ഭയന്നിട്ടാണ്, ആരെ രക്ഷിക്കാനാണ് ചാർലി തോമസ് എന്ന് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും 24ഉം ഇനി അതൊക്കെയുള്ള മാതൃഭൂമിയും ഒക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ് മലയാളത്തിലെ പത്രങ്ങളെല്ലാം നാളെ ചാർലി തോമസ് എന്നത് എഴുതത്തില്ല എന്ന് ശ്രദ്ധയോടെ നിഷ്കർഷിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഉത്തരം പറയണം. ഇയാളെ രക്ഷിക്കുന്നത്, ചാർലി തോമസിനെ രക്ഷിക്കുന്നതിൽ ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ സംവിധാനം, ഇവിടുത്തെ പ്രബലമായ ചില ശക്തികൾ, അധോലോകം എന്നിവയ്ക്ക് പുറമെ മാധ്യമങ്ങൾക്കും കൊണ്ട് ചാർലി തോമസ് എന്ന പേര് വരാൻ പാടില്ല എന്നിവർ വാശി പിടിക്കുന്നുണ്ട്. അതുകൂടി കേരളം ചർച്ച ചെയ്യണം. ചാർലി തോമസ് എന്ന് വേണം പറയാൻ, ഗോവിന്ദച്ചാമി അല്ല അവൻ.